17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ദുർമന്ത്രവാദിയായി മമ്മൂട്ടി സ്ക്രീനിലെത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? പ്രേക്ഷകരുടെ അടക്കിപ്പിടിച്ച ആകാംക്ഷയ്ക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നമ്മൾ. ഭ്രമയുഗം റിവ്യൂ. പടം മമ്മൂട്ടിയെ കൊണ്ടേ പറ്റൂ. ഇത് നിങ്ങൾ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. സൂപ്പർ ആക്ടിങ് നല്ലായിരുന്നു. പടം സൂപ്പർ. இந்த டேரக்டருக்கு ஹேட்ஸ் ஆஃப் பண்ணணும். பெஸ்ட் மூவி ஐ ஹவ் சீன் 40s மூவிஸ். ஹேட்ஸ் ஆஃப் மമ്മൂട്ടി. ഒരു സൂപ്പർ സ്റ്റാർ റേഞ്ചിൽ ഇരുന്നിട്ട് இந்த മൂവി അക്സെപ്റ്റ് பண்ணது பெரிய. മമ്മൂക്ക വീണ്ടും ആറാടി. ഇപ്പോൾ മമ്മൂക്കയുടെ ടൈമാണ്. अब कौन सी मूवी देख के आ रहे हैं? भ्रम युगम कैसी लगी? नहीं कर सकते कि मूवी कैसी है, मतलब ठीक है. मैं इतना നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. നല്ല പടമാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഫിലിമാണ്. മമ്മൂട്ടികളൊക്കെ ഉണ്ട്, കാലിലൊക്കെ ഇട്ടുണ്ട്. എന്താ പറയേണ്ട ഇഷ്ടമാണ്. ഒരു ഭയങ്കരമായിട്ട് നമ്മൾ എത്രയോ സിനിമ മമ്മൂക്കയുടെ കണ്ടേക്കുന്നത്. അമരം, പാതയം, വിധേയൻ, കൊന്തന്മാട, അങ്ങനെ കുറെ ഒക്കെ പെർഫോമൻസ് ഉണ്ട്. പക്ഷെ ഇത് ഒരു ഡെവിൾ എന്ന് പറഞ്ഞ അതിന്റെ എല്ലാ സംഭവവും. ബീസ്റ്റ് കൊണ്ട് തുടങ്ങിയ ഭീഷ്മ, പുഴു, റൊസാക്, നൻപകൽ, കാതൽ, കാർട്ടൂൺ സ്ക്വാഡ്, പിന്നെ ഏതാണ് യാത്ര ടു, ഓസ്ലർ, ഇപ്പൊ ബ്രഹ്മയുഗം. മമ്മൂട്ടി സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഹരിശ്രീ അശോകന്റെ മോനും സൂപ്പറായിട്ടുണ്ട്. എല്ലാം നന്നായിരുന്നു. சூப்பரா இருக்கு. நல்ல நல்ல ஸ்டோரி, நல்லா பண்ணிருக்கு. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാന്ന് ഫീൽ ചെയ്യുന്നേ ഇല്ല. നല്ല ഡയറക്ഷൻ. അടിപൊളി, രക്ഷയില്ല. പ്രതീക്ഷന് അപ്പുറമായി പോയി സിനിമ. ആദ്യമായിട്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന രക്ഷയില്ല. മലയാളത്തിൽ തന്നെ വ്യത്യസ്തത. തേച്ചാൽ ഇനിയും മിനിങ്ങും ആവും. അല്ലേ നല്ല അടിപൊളി പടം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ലാട്ടാ, ഒരു രക്ഷയില്ല. നല്ല സിനിമയാ. എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷെ ആ 3 ക്യാരക്ടേഴ്സിനെ വെച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഭയങ്കര എന്താ പറയാ, പല വർണ്ണത്തിലുള്ള കിളികൾ പറന്നു പോകുന്ന പോലെ. മമ്മൂട്ടി എന്ന അധികായൻ ഇന്ത്യൻ സിനിമയുടെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി കഴിയും.